മോർണിംഗ്. നിനക്ക് 100 ആയുസാ. നൈനിറ്റാളിൽ നമ്മുടെ സൂരജിന്റെ കോൾ ഉണ്ടായിരുന്നു. അവൻ ഈയിടെയായിട്ടൊരു സംശയം, റിപ്പോർട്ടിങ് നീ അവരെയൊക്കെ കടത്തി വെട്ടുന്നുണ്ടോന്ന്. അല്ല, പലർക്കും ഉണ്ടാ സംശയം. എന്നിട്ട് സാർ എന്ത് മറുപടി പറഞ്ഞു? അസൂയ, അല്ലാണ്ട് എന്ത് മറുപടിയാ ഇതിനൊക്കെ? ഞാൻ ടൈംസിൽ വിളിച്ചിരുന്നു. അവർക്ക് ന്യൂസ് വാല്യൂ അല്ല പ്രോബ്ലം എന്ന് തോന്നുന്നു. കൊല്ലപ്പെട്ട 5 പേരും കനേഡിയൻസ് തന്നെയാണ്. ചിത്ര, ആരാണ് ഈ കിരൺ വർമ്മ? കിരൺ ഇന്നലെ അയാൾ 2 തവണ വിളിച്ചിരുന്നു നിന്നെ ആവശ്യപ്പെട്ട്. അത് ഞാൻ സാറിന്റെ അടുത്ത് പല തവണ പറയണമെന്ന് ആലോചിച്ചാണ്. ഈസ് എ TV ആർട്ടിസ്റ്റ്. ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കിരണിന്റെ ഫാമിലി എന്നെ പോലെ തന്നെയാ. കിരണ് അച്ഛനും അമ്മയും ഇല്ല. കുറെ കാലം ബോംബെയിലായിരുന്നു. അറ്റ് പ്രസന്റ് ഹി സെറ്റിൽഡ് അറ്റ് ഡൽഹി. ഓൾ റൈറ്റ്. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഈവനിങ്ങിൽ സൺഡേ മാഗസിന്റെ മാറ്റർ റെഡിയാക്കണം. ഞാനിത് ഒന്നുകൂടെ വായിക്കട്ടെ? ഓക്കെ ഓക്കെ. ക്രൈം ഡൗൺ. റെഡി? റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ് സർ. ആക്ഷൻ. കട്ട്. ക്രൈം ഡൗൺ. So, come. Yes, sir. आपसे मिलना चाहती है. Oh God, I forgot it. Sorry, Anita. Are you bored? इट्स ऑलराइट. किरण, मैं तुमसे अकेले में कुछ बात करना चाहती हूँ. See, this is not an apt place. बट किरण. सर, शॉट रेडी सर. हाँ, मैं आता हूँ. सर. See, do one thing, Anita. मैं शूटिंग के बाद तुमको फोन करूंगा. We will spend some time together, okay? किरण, क्या तुम शाम को फ्री रहोगे? हाँ, बिल्कुल फ्री रहूंगा. आज शाम आपके लिए है. बाय बाय. बाय. എന്നിട്ട് നായർ സാറിനോട് ചിത്ര എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, വി ഓഫൻ മീറ്റ് എന്നൊക്കെ. ആ, ചിത്രയെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നില്ലേ? എന്റെ ഒരു ഫാൻ അനിത കുൽക്കർണി, എ ഹൈ പ്രൊഫൈൽ ഫ്ലേർട്ട്. ആ കുട്ടി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. എന്നോട് അവൾക്കൊരു അഫയർ ഉണ്ടെന്ന് തോന്നുന്നു. Is she beautiful? എന്തായാലും തന്റെ അത്രയും വരില്ല. ബട്ട് അവളുടെ പാസ്റ്റ് അതത്ര ശരിയല്ല. ഡൽഹിയിലെ ടോപ്പ് പൊളിറ്റീഷ്യൻസും ബിസിനസ് മാഗ്നറ്റ്സുമായും ബന്ധപ്പെട്ട അവളെക്കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. പലതും ശരിയാണ് താനും. അവൾ എൻ്റെ കയ്യിൽ ചില ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചിട്ടുണ്ട് ഫോർ സേഫ് കസ്റ്റഡി. എന്നിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അവളുടെ ചില പാർട്ടികളുമായി ബന്ധപ്പെട്ട കുറെ ബ്ലാക്ക് മണിയുടെയും പ്രോപ്പർട്ടിയുടെയും ഡോക്യുമെന്റ്സ്. പക്ഷേ അതിന്റെ സോഴ്സ് ഏതാണെന്ന് ക്ലിയർ അല്ല. അതുകൊണ്ട് ചിത്രയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ, ഐ മീൻ തനിക്ക് ന്യൂസിന് വേണ്ടി ഇതൊക്കെ പ്രയോജനം ചെയ്യുമെങ്കിൽ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ പേരിലാണുള്ളത്? പലതും അനിതയുടെ പേരിലാണുള്ളത്. പക്ഷേ ഞാനിത് മുഴുവൻ പരിശോധിച്ചിട്ട് പോലും ഇതിന്റെ പിന്നിലുള്ള ആളെ മനസ്സിലായിട്ടില്ല. അനിത അത് പറഞ്ഞു തന്നിട്ടുമില്ല. ഞാനിതൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. പ്ലീസ് സിറ്റ് ഡൗൺ. പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് വേറൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. താനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ട്രൂത്ത്. തന്നെ ആദ്യം കണ്ടപ്പോൾ പിന്നീട് കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നതാ, ഞാൻ ചിത്രയെ മാരി ചെയ്യട്ടെ. അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിത്രയെ. യെസ്, നാളെ ഈവനിങ്ങിൽ ഞാൻ കോഫി ഹൗസിൽ വെയിറ്റ് ചെയ്യും ഒരു മറുപടിക്ക് വേണ്ടി.
നിന്റെ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഇക്കാര്യത്തിൽ നീ സ്വയം ഒരു തീരുമാനമെടുക്കണം. എന്ന് വെച്ചാൽ ശരിയായാലും തെറ്റായാലും പൂർണ്ണമായും അത് നിന്റെ തീരുമാനമായിരിക്കണം. ഇനി ഞാനൊരു സത്യം പറയട്ടെ. സമ്മതമാണെന്ന് കേൾക്കാൻ കിരൺ കാത്തിരിക്കുന്നത് പോലെ ഇഷ്ടമാണെന്ന് പറയാനല്ലേ നീയും ആഗ്രഹിക്കുന്നത്? സമ്മതമാണെന്ന് നിന്റെ മുഖം പറയുന്നു. അതുകൊണ്ട് ചെല്ല്. ഹലോ, ചിത്ര, ഞാനാണ്. കാൻ യു ഡു എ ഫേവർ? പറയൂ സർ. ഹോട്ടൽ രാജ് ഇന്റർനാഷണൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. എ വെരി ഇമ്പോർട്ടന്റ് പാർട്ടി. സർ, സൺഡേ അല്ലേ, ബ്യൂറോയിൽ ആരുമില്ല, ഇമ്മീഡിയറ്റ് പ്രോഗ്രാമാ. അതുകൊണ്ട് ആരെ അറേഞ്ച് ചെയ്യാനും പറ്റിയില്ല. നീ തന്നെ അത് കവർ ചെയ്യണം. സർ, ഞാൻ കിരണിനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോഴാണ്. ഓ, ഐ ആം വെരി സോറി. മാക്സിമം 1 hour നീ ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. എനിക്ക് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഓക്കെ. ഹലോ, കിരൺ ഹിയർ. കിരൺ, ഞാൻ ചിത്രയാണ്. താനിത് എവിടുന്നാ? ഞാൻ എത്ര സമയമായി വെയിറ്റ് ചെയ്യുന്നു. ഹോട്ടൽ രാജിന്നാ ഞാൻ വിളിക്കുന്നത്. ഇവിടെ ഒരു മർഡർ നടന്നു. യെസ്, കൊല്ലപ്പെട്ടത് അനിത കുൽക്കർണിയാണ്. അനിത? Oh my God. I wish if I could help you, but Sir, he is innocent. I do understand. लेकिन सारे सबूत उनके खिलाफ हैं, मिस्टर नायर. സർ, ബട്ട്
Kiran was not there at that time. And how comes... You mean alibi? But you have to prove it in the court. सर आप किरण को जमानत पर छुड़वा सकता है. I'm sorry. I can't help you. मुझे ऊपर से order है because it's a politically motivated murder. Sir, is it possible for me to see him for a minute? Just for a minute. I'm sorry. I'm bound to obey the authorities. चित्रा, let's go. ചിത്ര, ഇതെന്തൊരിരിപ്പ എന്റെ കുട്ടി. നീ കോഫിയെങ്കിലും ഒന്ന് കഴിക്ക്. എന്താ ഇത്? ധൈര്യത്തെ പറ്റി എന്നോട് എപ്പോഴും സംസാരിക്കാറുള്ള നീയാണോ ഇങ്ങനെ നെർവസ് ആകുന്നത്? എന്നെ സഹായിക്കാൻ ആരുമില്ല സർ. എനിക്ക് എങ്ങനെയെങ്കിലും കിരണിനെ രക്ഷിച്ചേ പറ്റൂ. അതത്ര എളുപ്പമല്ല. ഹോട്ടലിലെ സെക്യൂരിറ്റി റൂമിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ ടേപ്പിൽ കിരൺ മർഡർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് പോലീസ് റിപ്പോർട്ട്. സപ്ലിമെന്ററി എവിഡൻസ് ആയിട്ട് കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. അത് നുണയാണ്. ആ സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അത് എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന സത്യം. പക്ഷെ തെളിവുകൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വേറൊരു വഴിക്കാ ഞാൻ ചിന്തിക്കുന്നത്. കൊല്ലപ്പെട്ട അനിതാ കുൽക്കർണിയും ഡൽഹിയിലെ ചില VIP-കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട്. പോലീസിന്റെ നിസ്സഹകരണവും മറ്റും ആരോ ഇതിൽ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കഴിയുമെങ്കിൽ പത്രത്തിലൂടെ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവന്നുകൂടെ? ഞാൻ എന്താ ചെയ്യേണ്ടത് സാറ് പറയൂ. പ്രതീക്ഷ വയ്ക്കണം. ഇനിയും ഒരു ചാൻസ് മുന്നിലുണ്ടാവുമെന്ന പ്രതീക്ഷ. അപ്പോഴേ നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ. ആദ്യം നീ ഒന്ന് ഫ്രഷ് ആവ്, എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞു തരാം. എഴുന്നേക്ക്. അനിത ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു. പാവം, ആ കുട്ടി മാനസികമായി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. മാഡത്തോട് അനിത പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഐ മീൻ അവളുടെ റിലേഷൻഷിപ്പുകളെ പറ്റി? ഉവ്, കിരൺ വർമ്മയെ കുറിച്ച് അവൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ആ ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ അവളെ പലപ്പോഴും ഉപദേശിച്ചതുമാണ്. ആ കുട്ടി അതനുസരിച്ചില്ല. അത് മാത്രമല്ല, കിരൺ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി അവൾ എന്നോട് പലതവണ പറഞ്ഞിരുന്നു. അനിതയ്ക്ക് മറ്റേതെങ്കിലും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി ചില പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ്. അതൊക്കെ നിങ്ങളുമായി കണക്റ്റഡ് ആണെന്ന് ആരോപണമുണ്ട്. നോക്കൂ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. കലയോടുള്ള അഭിനിവേശം കൊണ്ട് ഈ നൃത്തവിദ്യാലയം നടത്തുന്നു എന്ന് മാത്രം. അതിനിടെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കവിടെ സമയം? ബട്ട് മാഡം, സോറി, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. തന്നെയുമല്ല, നിങ്ങളോട് ഇനി മറുപടി പറയാൻ എനിക്ക് അശേഷം താല്പര്യമില്ല. അതുകൊണ്ട് ലെറ്റ് us stop here. അപ്പോ സൂസന്ന ജോണിനെ നീ സംശയിക്കുന്നു? തീർച്ചയായും സാർ. അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കിരൺ ആണ് കൾപ്രിറ്റ് എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ തോന്നി എനിക്ക്. പുരാന ദില്ലിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ സൂസന്ന ജോൺ, വാട്ടർ ഗേറ്റിന്റെ ഇടനിലക്കാരൻ ശ്യാം കൗശിക്, അനിതയുടെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകരായ പൊളിറ്റീഷ്യൻസ്, ഇവർക്കെല്ലാം മേലെ ഒരാളുണ്ടായിക്കൂടെ? ഐ മീൻ എ പവർഫുൾ ഡേഞ്ചറസ് മാൻ yet to be unveiled. അതാരായാലും നാളെ ഈ മാറ്ററുകൾ സീരിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യാതിരിക്കില്ല, തീർച്ച.
ഹലോ ചിത്ര, വി ആർ ചീറ്റഡ്. നമ്മുടെ ന്യൂസ് പത്രം പിൻവലിച്ചു. ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ ആണെന്നും പറഞ്ഞ് എഡിറ്റർ പബ്ലിക്കിനോട് അപ്പോളൈസ് ചെയ്യുന്ന ഒരു പ്രസ്താവനയോ ഉണ്ട്. क्या मैं जान सकती हूँ कि आपने कौन से आधार पर इस खबर को वापस लिया है? I know you have cheated me for money, and I'll prove it. I'll fight alone. Stop it. ज्यादा बोलने की जरूरत नहीं है. You are dismissed. सिर्फ तुम ही नहीं है, वो बुड्ढा नायर है ना, उसको भी डिसमिस कर रहा हूं. Now get out from here. കാമുകൻ നടത്തിയ ധീരകൃത്യം കണ്ടല്ലോ. ഇപ്പോ മനസ്സിലായോ അവന് വേണ്ടി നീ ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നു എന്ന്? പിന്നെ ഞാൻ വിളിച്ചത് നിന്റെ കയ്യിലുള്ള മാറ്റർ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പത്രം പിൻവലിഞ്ഞതുകൊണ്ട് എന്റെ നടപടികൾ അവസാനിക്കുന്നില്ല. കിരൺ നിന്നെ ഏൽപ്പിച്ച നിന്റെ കയ്യിലുള്ള ആ ഡോക്യുമെന്റ്സ് എനിക്ക് വേണം. അത് ഇനി എന്റെ പേഴ്സണൽ ഫയലിൽ വിശ്രമിക്കും. ഇപ്പോ നിന്നെ കാണാൻ ചിലർ വരും. ആ മാറ്റർ അവരുടെ കയ്യിൽ കൊടുക്കുക. പകരം അവർ നിനക്കൊരു സമ്മാനം തരും. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം. എന്താ ചിത്ര? സർ, ആരൊക്കെ എന്റെ പിന്നാലെയുണ്ട്. അവരെന്നെ കൊല്ലും, അത് ഉറപ്പാ. പ്ലീസ് എന്നെ രക്ഷിക്കണം. മൈ ഗുഡ്നസ് ചിത്ര, നീ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? കരോൾ ബാഗിനടുത്തുള്ള ബൂത്തിൽ നിന്ന്. ചിത്ര, ഡോണ്ട് വറി. ഈ സിറ്റുവേഷനിൽ നീ ഡൽഹിയിൽ നിൽക്കുന്ന അപകടമാ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പർ തരാം. നമ്പർ 22380805. നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ശരി.
മതി ഉറങ്ങിയത്. ഉറങ്ങിയോ? ആര്? നമ്മുടെ മദ്രാസിൽ എത്താറായി. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ നിന്റെ കൂർക്കമ്പലി കെട്ടുണ്ടാ ഞാൻ ഡ്രൈവ് ചെയ്തത്. എന്നിട്ടിപ്പോ ആരാ ഉറങ്ങിയത്? ഞാനും ഓരോന്ന് ആലോചിക്കായിരുന്നു. നമ്മൾ ഈ നടത്തുന്ന ഓട്ടവും പാച്ചിലും ഒക്കെ എന്തിനു വേണ്ടിയാണ്? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇത് ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലേക്ക്, നാളെ ഡൽഹിക്ക്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോറിൻ ട്രിപ്പുകൾ. ഒരുതരം മെക്കാനിക്കൽ ലൈഫ്. സത്യം പറഞ്ഞാൽ ഓടിവിട് മടുത്തു. സതീശേട്ടാ, ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഹലോ ഹലോ ഹലോ, ബോധമില്ലെന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ആളെ വേഗം പുറത്തേക്ക്. ആ, ബാംഗ്ലൂർക്ക് ഫോൺ വിളിച്ചപ്പോ അവിടുന്ന് പുറപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇത്ര സമയം കഴിഞ്ഞിട്ടും എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുമ്പോ അങ്ങനെ വരും. ആ താൻ പേടിക്കാതോ. ഏതായി കുട്ടി? അതൊക്കെ പിന്നെ പറയാം. താൻ ആ കുട്ടി ഇറക്കാനൊന്നും സഹായിക്കും. ഞാനൊന്ന് ഡോക്ടറെ വിളിക്കും. ശരി. അയ്യോ, നത്തിങ് സീരിയസ്. ഷീ വിൽ ബി ഓൾറൈറ്റ് സൂൺ. ആക്സിഡന്റിന്റെ ഷോക്ക് ഉണ്ടാവാം ഈ മയക്കം. അതർവൈസ് ഷീസ് ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. വേണമെങ്കിലേ അതെ, ആ കുട്ടീനെ എന്ത് ചെയ്യാനാ ഭാവം? എന്ത് ചെയ്യാൻ? ബോധം തെളിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിടണം. അതിന് ബോധം തെളിഞ്ഞാലല്ലേ പറഞ്ഞുവിടാൻ പറ്റൂ. ബോധം തെളിഞ്ഞില്ലെങ്കിലോ? കാര്യമായ പരിക്കൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അധികം താമസിയാതെ ബോധം തെളിയും. നേരം വെളുക്കാറായി. ആ ഏതായാലും പണിക്കൊരു കാര്യം ചെയ്യും. നിങ്ങൾ ആ മുറി തന്നെ ഉണ്ടാവണം. ആര്? ഞാനോ? ആ എന്താ നിങ്ങളെന്നാ ശരിയാവൂലേ? ഒരു ശരികേടുമില്ല. അവസാനം ഞാൻ തന്നെ വേണല്ലോ അതൊക്കെ ഏറ്റെടുക്കാൻ. ആ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ പുറത്ത്? അതുപോരാ, താൻ ആ മുറി തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എന്നൊന്ന് വിളിച്ചാ പോരെ? അല്ലെങ്കിൽ പീറ്ററില്ലേ? ഇവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആളെ എങ്ങനെ വിളിക്കുന്നേ? അതെങ്ങനെ വിളിക്കണമെന്ന് എന്റെ ബോധം മുമ്പ് സാറിന് മനസ്സിലാവും. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കും. താൻ ആ മുറി തന്നെ ഉണ്ടാവണം. ആ മുറി വിട്ട് പുറത്ത് പോകാനേ പാടില്ല. ഓ, പിന്നെ പറഞ്ഞത് കേട്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവണം. ഓ എടാ പീറ്റർ മോനെ, എന്താ? ഒന്നുകൂടെ വന്നേ. നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചു കൊടുന്ന് വളർത്ത് വലുതാക്കിയത് ഞാനും കൂടെ കുഴിട്ടാ. അത് നീ മറക്കണ്ട. നീ ഓഫീസിലെ വലിയ ആളാണ്, ഞാൻ വീട്ടിലെ വലിയ ആളാ. എന്താ സംശയമുണ്ടോ? ഏയ് ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മാണിക്കോത്ത് കുഞ്ഞകൃഷ്ണ പണിക്കരെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി. തിരിച്ചു വിളിക്കാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ നിനക്കത് വേണ്ടേ? എന്റെ ഈശ്വര, അവൾക്ക് തെളിഞ്ഞു എന്നാ തോന്നണേ. വാ. Who are you? Tell me, who are you? അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഹു ആർ യു? എന്തേ പറയണേല് വിരോധമുണ്ടോ? എവിടെയാ ഞാൻ? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പ മലയാളിയാണല്ലേ? പറ, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറ. സിസ്റ്റർ, നിങ്ങളെ ആരും തട്ടിക്കൊണ്ട് പോകുന്നൊന്നുമല്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ കാറും ഞങ്ങളുടെ കാറും തമ്മിൽ ആക്സിഡന്റ് ആയി. സീരിയസ് എല്ലാം തോന്നിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. No, you are cheating me. Tell me what's your motive? എടാ പീറ്ററെ, സംഗതി വേറെ വഴിക്കാ പോണത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ സാറിനെ വിളിച്ചോണ്ട്. സാർ സാർ സാർ, എന്റെ സാറേ തെളിഞ്ഞു, ബോധം തെളിഞ്ഞു.
എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിലും ഭേദം അവൾക്ക് ബോധം തെളിയായിരിക്കായിരുന്നു നല്ലത്. അവള് മലയാളിയാ. ആഹാ, മലയാളി. ആ, അത് മാത്രമല്ല, നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരം. നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അത് സാറ് തന്നെ അവളോട് ചോദിക്കും. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ എന്താ നിന്റെ പേരെന്ന്? നീ ഇവിടെ കിടന്ന് വയലന്റ് ആയെന്ന് കേട്ടു. ഞാൻ വയലന്റ് ആയി, അതെന്തിനാണെന്ന് അറിയണമല്ലേ? അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. പിടിച്ചു വെച്ചിരിക്കേ? അത് കൊള്ളാമല്ലോ. കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഇനി കുട്ടിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. നോ, നിങ്ങൾ നുണ പറയുകയാണ്. ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആണെന്ന് എനിക്കറിയാം. Shut up. What do you mean? ഞാൻ പ്ലാൻഡ് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. നിന്നെ പോലെ ഒരു സ്ട്രെയിനറെ കൊന്നിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് പറയണം. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അവിടം വരെ കൊണ്ട് എത്തിക്കാനുള്ള അവതാരം കൂടെ കാണിക്കണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഗിവ് മൈ ബാഗ്. ബാഗോ? ആ, എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ്. അതാ കാരണം തന്നെ കാണും. പീറ്ററെ, ആ ബാഗ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. എന്നെ ഇനി കാര്യത്തിന് വിളിക്കരുത്. പണിക്കരും കേട്ടല്ലോ. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ. ബാഗ് കിട്ടിയ ആ നിമിഷം പെടുന്ന സ്ഥലം വിടണം. ഈ ആക്സിഡന്റ് ബാഗൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ വെച്ചേ. ബാഗ് വട പിടറേ. ഇത് ആരുടെ വീടാ? ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കുക. ഇനിയും പ്രകടനം കാഴ്ചവെക്കാനാണ് ഈ പറയണം. Tell me, ഇത് ആരുടെ വീടാണ്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ആരുടെ വീടാണ്? സതീശൻ എന്ന് പറയുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളൊക്കെ ആരാണ്, ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത്? അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എങ്കിൽ പറയാം. ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് KM മേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിഗേഡിയർ KM മേനോൻ. അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ ഇദ്ദേഹം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പഠിച്ചൊക്കെ അങ്ങ് ഡൽഹിയിലാ. സ്വന്തക്കാരെന്ന് പറയാൻ വകയിലൊരു പെങ്ങളും ഭർത്താവും നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വഭാവം, അതിനെപ്പറ്റി പറയാതിരിക്കുന്നതല്ല. ഓരോ നേരത്തെ ഓരോ സ്വഭാവം. പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും. രാത്രി ആയ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കൂത്തും ബഹളും. പിന്നെ വല്ലപ്പോഴും ഒരു തല്ല്. ഈ തല്ലെന്ന് വെച്ചാൽ നല്ല ഉഗ്രം തല്ല. ചുരുക്കി പറഞ്ഞ പറന്നങ്ങനെ നടക്കുന്ന ഒരു അത്ഭുത ജീവി. ബെറിയൻ കമ്പനിയുടെ ഫയലിംഗ് എടുക്കും. യെസ്, ബ്രിയാറിയൻ കമ്പ്യൂട്ടേഴ്സ്. സതീശേട്ടൻ ഞാനാ. ബാഗിന്റെ കാര്യം അന്വേഷിച്ചു. റെന്റേ കാറിന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി. ഡു വൺ തിങ്, അത് ജം സർവീസിന്റെ കാറാണ്. അവർക്ക് മെഡ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസുണ്ട്. രണ്ടിടത്തും ബാങ്ക് ട്രൈ. ഇപ്പൊ മനസ്സിലായല്ലോ മേനോൻ സാർ ആരാണെന്ന്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ. ഹലോ, അല്ല, ആ കാറുകാരെ തപ്പിപ്പോയ ബാഗ് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ സാറേ? ഹലോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞാൻ ഇവിടുന്ന് വെറുതെ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ ബാഗ് സാധനങ്ങളെല്ലാം ഉണ്ടോന്ന് നോക്കണം. പിന്നീട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നിനക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. നൗ ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ബാംഗ്ലൂരിലേക്ക്? എന്റെ പേരെങ്ങനെ? ആനി ഫെർണാണ്ടസ്, ഇന്ദിരാനഗർ, ബാംഗ്ലൂർ. റൈറ്റ്? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? കുറുക്കുവഴിയൊന്നുമല്ല. നീ ജം സർവീസുകാർക്ക് കൊടുത്ത അഡ്രസ് ഇല്ലേ, അതിൽ നിന്ന് കണ്ടുപിടിച്ചതാ. അറിഞ്ഞിട്ട് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഒരാൾ വന്ന് നമ്മളെ അങ്ങനെ ഫൂളാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? എന്നെ പറ്റി? നോ, എനിക്ക് തന്നെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഒരു താല്പര്യമില്ല. യു ആർ എ സ്ട്രേഞ്ചർ ടു മീ. എവിടെ നിന്ന് വന്നു, എങ്ങോട്ടോ പോകുന്നു. ദാറ്റ്സ് ആൾ. നൗ കം ഓൺ, ഐ വിൽ ഡ്രോപ്പ് യു ഇൻ ദാറ്റ് പോർട്ട്. പിന്നൊരു കാര്യം, നീ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഫോണിൽ വിളിച്ചൊരു താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കരുത്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ക്ലിയർ? കം ഓൺ, ഗെറ്റ് യുവർ തിങ്സ് പാക്ഡ്.
എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതുമല്ല ഒന്നും. എന്നാലും സോറി. ഐ എം റിയലി വെരി സോറി. പോട്ടെ. Your attention please. Indian Airlines announces the departure of the flight number IC911 to Bangalore. Passengers are requested to go through the security check. Thank you. कृपया ध्यान दें. Indian Airlines IC911 Bangalore जाने के लिए तैयार है. यात्रियों से निवेदन है कि वे सिक्योरिटी चेक की ओर प्रस्थान करें. धन्यवाद. സതീഷ്! സതീഷേട്ടാ, സതീഷേട്ടാ, ഏയ് നത്തിങ് ടു വറി. എനിക്കൊന്നുമില്ല. നാട്ടില് അറിയിച്ചിട്ടില്ലല്ലോ. ഇല്ല, പണിക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ, ആൾക്കാരും അറിയിക്കണ്ട. പിന്നെ ആ CA രാജശേഖരൻ വന്നിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വീണ്ടും വരുമെന്ന് പറഞ്ഞാ പോയത്. ആനി ഇവിടെ? ആനി ആ ഡോറും ക്ലോസ് ചെയ്യും. ഹണി, sit down, please. സത്യം പറ, നീ ആരാ? എനിക്കൊന്നും അറിയില്ല. നോ, നീ ആരെയോ പേടിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. സത്യം എന്താ?